ട്രെയിൻ തൽക്കാൽ ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ നമ്മുടെ എക്സ്പേർട്ടുകൾ ചെയ്യുന്ന കുറച്ച് ട്രിക്കുകൾ ഞാൻ പറയാവേ. ഞാനല്ല കേട്ടോ എക്സ്പേർട്ട്. ഇവർ ചെയ്യുന്ന ഈ ട്രിക്ക് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്ക്. ചിലപ്പോൾ കിട്ടാൻ വളരെയധികം ചാൻസ് ഉണ്ട്. നമുക്കറിയാം, തൽക്കാൽ ബുക്ക് ചെയ്യുമ്പോൾ കുറച്ച് സമയം കൊണ്ട് ട്രെയിൻ സെലക്ട് ചെയ്യണം, പാസഞ്ചേഴ്സിനെ ആഡ് ചെയ്യണം, പിന്നെ പേയ്മെന്റ് ചെയ്യണം. പറയുമ്പോൾ സിമ്പിൾ ആണല്ലേ? ഇതിൽ പാസഞ്ചേഴ്സിനെ ചേർക്കുന്നതും പേയ്മെന്റ് ചെയ്യുന്നതുമൊക്കെയാണ് ഏറ്റവും കൂടുതൽ ടൈം പോകുന്നത്. അപ്പോൾ നമ്മുടെ എക്സ്പേർട്ടുകൾ ചെയ്യുന്ന 5 ട്രിക്കുകൾ പറയാവേ. തൽക്കാൽ ബുക്ക് ചെയ്യാൻ IRCTC റെയിൽ കണക്ട് എന്ന ആപ്പാണ് യൂസ് ചെയ്യുന്നത്. തൽക്കാൽ ബുക്ക് ചെയ്യുന്നതിന് അരമണിക്കൂർ മുമ്പെങ്കിലും കുറച്ച് കാര്യങ്ങൾ നമ്മൾ സെറ്റ് ചെയ്ത് വെക്കേണ്ടതുണ്ട്. ഒന്നാമത്തെ ട്രിക്ക്, ആപ്പ് ഓപ്പൺ ചെയ്ത് താഴെ കാണുന്ന അക്കൗണ്ട് എന്ന ടാബ് ക്ലിക്ക് ചെയ്യുക. അവിടെ കാണുന്ന മൈ മാസ്റ്റേഴ്സ് ലിസ്റ്റ് എന്ന ഓപ്ഷൻ എടുക്കുക. ഓൾറെഡി നമ്മുടെ ഡീറ്റെയിൽസ് അവിടെ ഉണ്ടാവും. മുകളിൽ കാണുന്ന ആഡ് പാസഞ്ചർ എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്ത് തൽക്കാൽ ബുക്ക് ചെയ്യേണ്ട പാസഞ്ചേഴ്സിന്റെ ഡീറ്റെയിൽസ് ആഡ് ചെയ്ത് വെക്കണം. ഇങ്ങനെ ചെയ്താൽ തൽക്കാൽ ബുക്ക് ചെയ്യുന്ന സമയത്ത് പാസഞ്ചേഴ്സ് എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്താൽ കണ്ടില്ലേ, എല്ലാവരുടെ ലിസ്റ്റ് കാണും. ഇനി സെലക്ട് ചെയ്താൽ മാത്രം മതി. ഉടൻ തന്നെ നെക്സ്റ്റ് സ്റ്റെപ്പിലേക്ക് നമുക്ക് പോകാം. പ്രധാനപ്പെട്ട ഒരു കാര്യം, നോൺ AC ടിക്കറ്റുകൾക്ക് ഈ മാസ്റ്റർ ലിസ്റ്റ് കിട്ടില്ല കേട്ടോ. എന്നാൽ എല്ലാ AC ടിക്കറ്റുകൾക്കും ഇത് ഇപ്പോഴും കിട്ടുന്നുണ്ട്. അപ്പോൾ ഒന്നാമത്തെ കാര്യം സക്സസ് ആയി. ഇനി രണ്ടാമത്തെ, നമ്മുടെ സമയം പോകുന്ന അടുത്ത കാര്യമാണ് പേയ്മെന്റ് ചെയ്യുന്നത്. നമ്മൾ UPI പേയ്മെന്റ് ആണെങ്കിലും ഡെബിറ്റ് അല്ലെങ്കിൽ ക്രെഡിറ്റ് കാർഡ് ആണെങ്കിലും പേയ്മെന്റ് ചെയ്യണമെങ്കിൽ കുറച്ച് ടൈം എടുക്കാറുണ്ടല്ലേ. ഇതിൽ ഏറ്റവും സ്പീഡിൽ പേയ്മെന്റ് ചെയ്യാൻ പറ്റുന്നത് IRCTCയുടെ ഈ വാലറ്റ് തന്നെയാണ്. ഒറ്റ ക്ലിക്ക് മതി. അതിന് IRCTC സപ്പോർട്ടും ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തൽക്കാൽ ടിക്കറ്റിന് എത്ര രൂപയാകുമോ അതിനേക്കാളും കൂടിയ ഒരു എമൗണ്ട് ഈ വാലറ്റിൽ ഫണ്ട് ചേർക്കുക. ഈ മൂന്നാമത്തത്, ആപ്പ് ഓപ്പൺ ചെയ്ത് നേരത്തെ 2 തവണയെങ്കിലും നമ്മൾ പോകേണ്ട ട്രെയിൻ സെർച്ച് ചെയ്ത് നോക്കുക. അങ്ങനെ നോക്കിയാൽ അടുത്ത തവണ നമ്മൾ ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ സെർച്ച് ചെയ്യേണ്ട എല്ലാ ഓപ്ഷൻസും അവിടെ കാണും. പിന്നെ തൽക്കാൽ സെലക്ട് ചെയ്ത് ഉടൻ തന്നെ നമുക്ക് മുന്നോട്ട് പോകാം. ഇനി നാലാമത്തത്, ഈ ആപ്പ് നേരത്തെ ലോഗിൻ ചെയ്ത് വെച്ചതുകൊണ്ട് ഒരു ഗുണവുമില്ല. കറക്റ്റ് 11 മണിയാകുമ്പോൾ 5 മിനിറ്റിൽ കൂടുതൽ ഓപ്പൺ ആയിരിക്കുന്ന എല്ലാ അക്കൗണ്ടുകളും ലോഗ് ഔട്ട് ആവും. പിന്നെ നമ്മൾ വീണ്ടും ലോഗിൻ ചെയ്യണം. അതുകൊണ്ട് നേരത്തെ പറഞ്ഞ സെറ്റപ്പ് ഒക്കെ ചെയ്തതിനു ശേഷം കുറഞ്ഞത് 11 മണിക്ക് 5 മിനിറ്റ് മുൻപ് മാത്രം ലോഗിൻ ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. ഇനി അഞ്ചാമത്തത്, ആപ്പ് ലോഗിൻ ചെയ്യുന്നത് പിന്നും ക്യാപ്ചയും ഉപയോഗിക്കുന്നതിനേക്കാളും ഫിംഗർ ഓതന്റിക്കേഷൻ ആണ് ഏറ്റവും നല്ലത്. പിന്നെ ഒരു കാര്യം, ഇടയ്ക്ക് കുറഞ്ഞത് 2 തവണയെങ്കിലും ക്യാപ്ച വരുന്നുണ്ട്. അതിൽ നമുക്ക് എളുപ്പവഴി ഒന്നുമില്ല, അത് ചെയ്തേ പറ്റൂ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മനസ്സിൽ വെച്ച് ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്, കിട്ടും ഉറപ്പ്. ഇതുപോലുള്ള തൽക്കാൽ ബുക്ക് ചെയ്യാനുള്ള ട്രിക്ക് നിങ്ങൾക്കും അറിയാമെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യണേ.